ഗാന്ധിജി അതിന് പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ദൈവം സത്യമാണ്, ഗാന്ധിജി പറയുന്നുണ്ട്. പക്ഷെ എനിക്കിഷ്ടം സത്യത്തെ ദൈവം എന്ന് വിളിക്കാനാണ്. രണ്ടു തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ദൈവം സത്യമാണ്, പക്ഷെ എനിക്കിഷ്ടം സത്യത്തെ ദൈവം എന്ന് വിളിക്കാനാണ്. അതെന്താ വ്യത്യാസം? ദൈവം ഉണ്ട് എന്ന് കരുതിയിട്ട് പള്ളിയിലേക്കും ചർച്ചിലേക്കും അമ്പലത്തിലേക്കും ഒക്കെ പോകുന്ന ആളുകളാണ് നമ്മൾ. ഗാന്ധിജി പറയുന്നത് അങ്ങനെ തെരഞ്ഞു പോകണ്ട. സത്യമുണ്ടോ അവിടെ ദൈവം ഉണ്ടാവും. ദൈവം സത്യമാണ് എന്ന് കരുതി പോകുന്നതിനേക്കാൾ സുഖമുള്ള ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ സത്യം പാലിച്ചാൽ മതി, അവിടെ ദൈവം ഉണ്ടാവും. സിമ്പിളാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, തീരെ പ്രയാസമുള്ള കാര്യമല്ല. ഞാൻ ഒരു പൊതുപ്രവർത്തകനായി നിൽക്കുമ്പോഴൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഗാന്ധിജിയുടെ ഏറ്റവും വലിയ നമുക്ക് ആവേശം ഉണ്ടാക്കിയിട്ടുള്ള വാക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ എപ്പോഴും പറയാവുന്നതാണ്: ഡൊണേറ്റ് യുവർ സ്മൈൽ, ഡൊണേറ്റ് യുവർ വേർഡ്സ്, ഡൊണേറ്റ് യുവർ പ്രസൻസ്, ദാറ്റ് മേക്സ് ഡിഫറൻസ് ഇൻ സമ്മൺ ലൈഫ്സ് എന്നാണ്. നിങ്ങളുടെ സമയം അത് നിങ്ങൾ സംഭാവന ചെയ്യണമെന്നാണ്. നിങ്ങളുടെ നല്ല വാക്കുകൾ സംഭാവന ചെയ്യണമെന്നാണ്. ചിരി പോലും സംഭാവന ചെയ്യണമെന്നാണ്. അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഞാൻ പറയുന്നത്, UAE-യുടെ 53-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇന്ത്യയും ഈ അറബ് ലോകവും തമ്മിൽ കൊടുത്തും വാങ്ങിയുമുള്ള ഒരു സംസ്കാരമുണ്ട്. നമുക്ക് മനോഹരമായ സംസ്കാരം. നിങ്ങൾ ഈ രാജ്യത്ത് വന്ന് ഈ രാജ്യത്തിന്റെ എല്ലാ ഗുണഗണങ്ങളും ഉൾക്കൊള്ളുമ്പോൾ ഐഡിയോളജിക്കലായിട്ട് നമ്മുടെ രാജ്യത്തിനും അതിമനോഹരമായ ഒരു കരുത്തുണ്ട് എന്ന് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. ആ കരുത്തിനെ ശാക്തീകരിപ്പിക്കാൻ കഴിയുന്ന ഒരു ധാർമ്മികമായ കരുത്ത് ആർജിച്ചെടുക്കാൻ കഴിയേണ്ടത് ഇവിടുന്നാണ്. അതിലേറ്റവും സുപ്രധാനമായത് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ, ഒരു കാഴ്ചപ്പാടിനെ എല്ലാത്തിനും അതീതമായി കാണുന്നു ഈ രാജ്യം എന്നതാണ്. ഇവിടെ വരുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, എല്ലാവരും ഒരുപോലെയാണല്ലോ. ഞാൻ ഇന്നലെയും ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് നിങ്ങൾ നാട്ടിലേക്ക് പരസ്പരം സ്നേഹത്തോടെ നിങ്ങളുടെ ഒരു സഹോദരനെ കാണുമ്പോൾ ഒരു സെൽഫി എടുത്തിട്ട് നിങ്ങൾ നാട്ടിലേക്ക് വിട്ടാൽ വലിയ കാര്യമാണ്. ഇങ്ങനെയൊക്കെ ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് നാട്ടുകാരോട് പറയണം. ഇവിടുത്തെ ഹിന്ദു, ഇവിടുത്തെ മുസ്ലിം, ഇവിടുത്തെ ക്രിസ്ത്യാനി, നിങ്ങളൊക്കെ തൊഴിലിടങ്ങളിൽ ജീവിക്കുന്ന പരിസരങ്ങളിൽ നിങ്ങൾ അങ്ങനെ അയക്കുന്ന ഒരു സെൽഫിക്ക് പോലും വിദ്വേഷത്തിന്റെ പ്രചാരണങ്ങൾക്കിടയിൽ നമ്മുടെ നാട്ടിൽ മാർക്കറ്റുണ്ട്, അല്ലെങ്കിൽ അനിവാര്യതയുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പരസ്പരമുള്ള സ്നേഹത്തിന്റെ ഒരു ഗാഥ രചിച്ചു കൊണ്ടുപോകാൻ അത് അനിവാര്യമാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. വെറുതെ അങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് അതിങ്ങനെ യാന്ത്രികമായിട്ടൊന്നും സ്നേഹം വരില്ല. കാരണം വെറുപ്പ് നമ്മൾ ജീവിക്കുന്നത് ഒരു പോസ്റ്റ് ട്രൂത്ത് കാലത്താണ്. അനാവശ്യമായി മനുഷ്യനെ അകറ്റാനുള്ള ഇടങ്ങൾ മാത്രം പരിശോധിക്കുന്ന ഒരു കാലത്താണ്. അവർ തമ്മിലുള്ള സ്നേഹം, ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളിങ്ങനെ ബാക്കിയുള്ളിടത്തൊക്കെ പോകുമ്പോഴല്ലേ ഈ മതവും ജാതിയും പ്രശ്നമൊക്കെ ഉള്ളത്. ഇടക്കിടക്ക് മെഡിക്കൽ കോളേജിലൊക്കെ ഒന്ന് പോയി നോക്കിയാൽ മതി, ആശുപത്രികളിൽ പോയി നോക്കിയാൽ മതി. അവിടെ പനിയാണുള്ളത്, ജലദോഷമാണ്, ക്യാൻസറാണ്, ട്യൂമറാണ്, വയറുവേദനയാണ്. മുസ്ലിം വയറുവേദന, ഹിന്ദു തലവേദന, ക്രിസ്ത്യൻ ക്യാൻസർ, അങ്ങനൊന്നും ഇല്ലല്ലോ. മനുഷ്യനെ ബാധിക്കുന്ന ആത്യന്തികമായ പ്രശ്നങ്ങളൊക്കെ ഒന്നല്ലേ? വിശപ്പൊന്നല്ലേ? ദാരിദ്ര്യം ഒന്നല്ലേ? ഈ രാജ്യം നിങ്ങളുടെ ഏറ്റവും മൗലികമായ മനുഷ്യന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നിൽക്കുകയാണ്. നിങ്ങളിവിടെ വന്നത് അങ്ങനെയാണ്. നിങ്ങളുടെ ഏറ്റവും മൗലികമായ പ്രശ്നമുണ്ട്. നിങ്ങൾ ആശ്രയിച്ച് കഴിയുന്നവർ, നിങ്ങളുടെ ചുറ്റുപാട്, നിങ്ങളുടെ രാജ്യം, അതിനു വേണ്ടുന്ന കരുത്ത് സമ്പാദിക്കുന്നത് ഈ നാട്ടിൽ നിന്നാണ്. ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലക്ക് നമ്മൾ നന്ദിയുള്ളവരാണ്, വലിയ പാരമ്പര്യമുള്ളവരാണ്, സ്നേഹമുള്ളവരാണ്, ഇഷ്ടമുള്ളവരാണ്. അതും ഈ രാജ്യത്ത്, ഈ നാടിനോട് ചേർത്ത് വെക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. നമ്മുടെ നാട്ടിനൊരു ചെറിയ പ്രയാസം ഉണ്ടായാലും നമ്മുടെ നാട്ടിനൊരു കരുത്തായി നിൽക്കുന്ന ഈ രാജ്യത്തിന് നമ്മളുടെ ഒരു ചെറിയ ഇടപെടൽ കൊണ്ടുപോലും ഒരു കുഴപ്പം ഉണ്ടാവാൻ പാടില്ല എന്ന് തീരുമാനിക്കുമ്പോഴാണ് നമ്മൾ ഗാന്ധിജിയുടെ മക്കളാവുന്നത്, ഇന്ത്യക്കാരനാവുന്നത്. അതിന് കഴിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ രാജ്യത്തോട് താങ്ക്ഫുൾ ആയിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രശ്നമല്ല. ഒരു കണ്ണുനീർ മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കയാണ് മനസ്സിൽ 1000 സൗരമണ്ഡലം എന്ന് കവി പാടിയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി കരയാനും മറ്റുള്ളവർക്ക് വേണ്ടി ചിരിക്കാനും കഴിയുക എന്ന് പറയുന്നത് അപ്പോഴാണ് മനസ്സിൽ ഉദിക്കുന്ന ഒരു സന്തോഷമുണ്ട്. തല്ലുവാൻ എനിക്കാവില്ല പറ്റേ,
കൊല്ലുവാൻ തന്നെ ശക്തിയുണ്ടെങ്കിലും തല്ലിടുമ്പോൾ തെറിക്കുകയില്ലയോ തെല്ലു ചെന്നിടവൻ ദേഹത്തിലുമെന്നാണ്. നമുക്ക് മറ്റുള്ളവരെ കീഴടക്കാനുള്ള കരുത്തും കപ്പാസിറ്റിയും ഒക്കെ ഉണ്ട്. പക്ഷെ അവനും നമ്മളെപ്പോലെ ഒരു സഹോദരനാണെന്ന് തിരിച്ചറിയുന്ന ഒരു രാജ്യത്തിൻ്റെ നന്മയുടെ 53ാം വർഷത്തിലാണ് നമ്മളിവിടെ കൂടി നിൽക്കുന്നത്. ആ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ രാജ്യത്തു നിന്നുള്ള കരുത്ത് നമ്മുടെ നാട്ടിൻ്റെ ഐശ്വര്യമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ ഇനിയുള്ള നാളുകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ